ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 141/2023. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേര് എന്താണ്? ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി, നമാമി ഗംഗ. രണ്ടാമത്തെ ചോദ്യം, 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, യുണൈറ്റഡ് കിങ്ഡം. 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം ദുബായ് ആണ്. മൂന്നാമത്തെ ചോദ്യം, 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? 2023 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, കുഴങ്ങൾ. നാലാമത്തെ ചോദ്യം, 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, പോൾ സക്കറിയ. അഞ്ചാമത്തെ ചോദ്യം, 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി, നിർമ്മല സീതാരാമൻ. ആറാമത്തെ ചോദ്യം, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏതാണ്? റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, AN 225 മരിയ. ഏഴാമത്തെ ചോദ്യം, 2021 മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ മലയാളി ആരാണ്? 2021 മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, PR ശ്രീജേഷ്. എട്ടാമത്തെ ചോദ്യം, നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആര്? ഉത്തരം ഓപ്ഷൻ സി, AN ഷംസീർ. ഒൻപതാമത്തെ ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഖത്തർ. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ ആരാണ്? നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ ആര്? ഉത്തരം ജസ്റ്റിസ് N അനിൽകുമാർ. 11ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിലെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, മലബാർ തീരസമതലം. 12ാമത്തെ ചോദ്യം, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏതാണ്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ലക്ഷദ്വീപ്. 13ാമത്തെ ചോദ്യം, വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഉത്തരായന രേഖ. 14ാമത്തെ ചോദ്യം, ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏത്? ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മാന്നാർ കടലിടുക്ക്. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. 16ാമത്തെ ചോദ്യം, കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരപ്രദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ്ജ ധാതു ഏതാണ്? കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരപ്രദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ്ജ ധാതു ഏത്? ഉത്തരം ഓപ്ഷൻ ബി, തോറിയം. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മുംബൈ ഹൈ. 18ാമത്തെ ചോദ്യം, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതാണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പ്രാഥമിക മേഖല. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? ഉത്തരം ഓപ്ഷൻ സി, തുമ്പ. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഇന്ത്യൻ റെയിൽവേ.
21-ാമത്തെ ചോദ്യം, വന്ദേമാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? വന്ദേമാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ഉത്തരം ഓപ്ഷൻ ഡി, ആനന്ദമഠം. 22-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാനെടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാനെടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? ഉത്തരം ഓപ്ഷൻ എ, 52 സെക്കൻഡ്. 23-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം ഓപ്ഷൻ സി, 42-ാം ഭേദഗതി. 24-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? തന്നിരിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം. ഭാഗം 3-ൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്, തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. 25-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം ഓപ്ഷൻ എ, 86-ാം ഭേദഗതി. 26-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തുമാറ്റപ്പെടുകയും ചെയ്തു. ആ അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലികാവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തുമാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്വത്തവകാശം. 27-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, 32-ാം വകുപ്പ്. 28-ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? ഉത്തരം ഓപ്ഷൻ ഡി, 2005. 29-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധമുള്ള പ്രസ്താവനകൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ് മിശ്രയാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993-ൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ഈ 3 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. 30-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഉത്തരം ഓപ്ഷൻ സി, 22 ജൂലൈ 1947. 31-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആര്? ഉത്തരം ഓപ്ഷൻ എ, പഴശ്ശിരാജ. 32-ാമത്തെ ചോദ്യം,
കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ലോഗൻ കമ്മീഷൻ. 33ാമത്തെ ചോദ്യം, തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത്. ഉത്തരം ഓപ്ഷൻ എ അയ്യനടികൾ തിരുവടികൾ. 34ാമത്തെ ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. 35ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? ഉത്തരം ഓപ്ഷൻ ബി റാണി ഗൗരി പാർവതിബായ്. 36ാമത്തെ ചോദ്യം, രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ ഹെർമൻ ഗുണ്ടർട്ട്. 37ാമത്തെ ചോദ്യം, തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ്? തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. 38ാമത്തെ ചോദ്യം, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏതാണ്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ശ്രീരംഗപട്ടണം ഉടമ്പടി. 39ാമത്തെ ചോദ്യം, കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി വി ടി ഭട്ടതിരിപ്പാട്. 40ാമത്തെ മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഏത്? മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1891. സി വി രാമൻ പിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്. 41ാമത്തെ ചോദ്യം, ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഓസ്ട്രേലിയ. 42ാമത്തെ ചോദ്യം, പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏത്? പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ടേബിൾ ടെന്നീസ്. 43ാമത്തെ ചോദ്യം, ഹോക്കി കളിയിലെ മാന്ത്രികനി എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? ഹോക്കി കളിയിലെ മാന്ത്രികനി എന്നറിയപ്പെടുന്ന കായിക താരം ആര്? ഉത്തരം ഓപ്ഷൻ എ ധ്യാൻ ചന്ദ്. 44ാമത്തെ ചോദ്യം, പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി വയനാട്. 45ാമത്തെ ചോദ്യം, പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏതാണ്? പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി സൈലന്റ് വാലി. 46ാമത്തെ ചോദ്യം, കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി വട്ടെഴുത്ത് ലിഖിതം. 47ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മൂലമറ്റം. അത് ഇടുക്കി ജില്ലയിലാണ്. 48ാമത്തെ ചോദ്യം, പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ്? പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ. 49ാമത്തെ ചോദ്യം, 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി കടൽ തീരം. 50ാമത്തെ ചോദ്യം, സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ ഉമണർ. 51ാമത്തെ ചോദ്യം, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു. 52ാമത്തെ ചോദ്യം, ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബെൽഗാം. 53ാമത്തെ ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്.
54-ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ക്വിറ്റ് ഇന്ത്യ സമരം. 55-ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി, ക്ലെമന്റ് ആറ്റ്ലി. 56-ാമത്തെ ചോദ്യം, സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ദാമിൻ ഇ കോഹ്. 57-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, പ്ലാസി യുദ്ധം. 58-ാമത്തെ ചോദ്യം, സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? ഉത്തരം ഓപ്ഷൻ ബി, വില്യം ബെന്റിക് പ്രഭു. 59-ാമത്തെ ചോദ്യം, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ഗോപാലകൃഷ്ണ ഗോഖലെ. 60-ാമത്തെ ചോദ്യം, ഭാരതത്തിൻ്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെട്ടത് ആരാണ്? ഭാരതത്തിൻ്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ എ, സർദാർ വല്ലഭായ് പട്ടേൽ. 61-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇനാമൽ. 62-ാമത്തെ ചോദ്യം, പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി, 8. 63-ാമത്തെ ചോദ്യം, ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ജീവകം സി. 64-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്താണ്? കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, സുകൃതം. 65-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏത്? താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങൾ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? തന്നിരിക്കുന്നത് കുഷ്ഠം, മലമ്പനി, കോളറ, മന്ത്. മലമ്പനിയും മന്തും കൊതുകുകൾ മുഖേനയാണ് പകരുന്നത്. കുഷ്ഠം പകരുന്നത് സമ്പർക്കം മൂലമാണ്. കോളറ പകരുന്നത് മലിനമായ ജലം, ഭക്ഷണം, ഈച്ച എന്നിവയിലൂടെയൊക്കെയാണ് കുഷ്ഠം, കോളറ പകരുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉമാണ് കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ. 66-ാമത്തെ ചോദ്യം, പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, കോഴിക്കോട്. 67-ാമത്തെ ചോദ്യം, അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് എത്രയാണ്? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി, 78%. 68-ാമത്തെ ചോദ്യം, ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, തെങ്ങ്. 69-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവനാശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ഹൈഡ്രജൻ പെറോക്സൈഡ്. 70-ാമത്തെ ചോദ്യം, ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ, മാർച്ച് 21. 71-ാമത്തെ ചോദ്യം, ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി, ജോൺ ഡാൾട്ടൺ. 72-ാമത്തെ ചോദ്യം, സിങ്കിൻ്റെ അയിര് ഏത്? സിങ്കിൻ്റെ അയിര് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കലാമിൻ. 73-ാമത്തെ ചോദ്യം, കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏത്? കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഹീലിയം.
74-ാമത്തെ ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഓക്സിജൻ. 75-ാമത്തെ ചോദ്യം, വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്. 76-ാമത്തെ ചോദ്യം, ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. വേഗത = ദൂരം ഇൻറ്റു സമയം. വേഗത = ദൂരം ബൈ സമയമാണ് വേണ്ടത്. 77-ാമത്തെ ചോദ്യം, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ജൂൾ. 78-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് എന്താണ്? ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി ISRO. 79-ാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഉത്തരം ഓപ്ഷൻ ബി 37 ഡിഗ്രി സെൽഷ്യസ്. 80-ാമത്തെ ചോദ്യം, ഒരു ലെൻസിൻ്റെ ഫോക്കൽ ദൂരവും എഫ് പവറും പി തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പി = 1/f. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 77/2022. ചോദ്യം, COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പഞ്ചാബ്. 2-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. അത് ശരിയാണ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. 2. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. തെറ്റാണ്. എറിത്രോസൈറ്റ്സ് എന്നത് ചുവന്ന രക്താണുക്കളാണ്, അതായത് RBC. 3. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. 4. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. തെറ്റാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി 1, 3 ശരി. 3-ാമത്തെ ചോദ്യം, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ക്രിക്കറ്റ്. 4-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മണിപ്പൂർ. 5-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2019 ജൂലൈ 22. 6-ാമത്തെ ചോദ്യം, 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? ഉത്തരം ഓപ്ഷൻ സി KV റാബിയ. 7-ാമത്തെ ചോദ്യം, കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി പട്ടം താണുപിള്ള. 8-ാമത്തെ ചോദ്യം, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി. 9-ാമത്തെ ചോദ്യം, കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി AR രാജരാജവർമ്മ. 10-ാമത്തെ ചോദ്യം, 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണ്? 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മരക്കാർ അറബിക്കടലിന്റെ സിംഹം. 4 70ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. മികച്ച ചിത്രം ആട്ടം. 11ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. 12ാമത്തെ ചോദ്യം, ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജലവാസ സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ദ്രാസ്. 13ാമത്തെ ചോദ്യം,
ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ശീതമരുഭൂമി ഏത്? ഉത്തരം ഓപ്ഷൻ സി ലഡാക്ക്. 14ാമത്തെ ചോദ്യം, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി നേപ്പാൾ. 15ാമത്തെ ചോദ്യം, ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി അലഹബാദ് മുതൽ ഹാൽദിയ വരെ. 16ാമത്തെ ചോദ്യം, വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി കർണാടക. 17ാമത്തെ ചോദ്യം, ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെൽവേലിയിൽ കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ലിഗ്നൈറ്റ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ഡി ജാറിയ. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ഡിഗ്ബോയ്. 20ാമത്തെ ചോദ്യം, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് ഏതെല്ലാം സ്ഥലങ്ങളെയാണ്? കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി റോഹ മുതൽ മംഗലാപുരം വരെ. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായത് കണ്ടെത്തുക. 1 ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അത് ശരിയാണ്. 2 റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്, അത് തെറ്റാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് മൗലികാവകാശങ്ങൾ. 3 ന്യായവാർദാഹമാണ്, സ്വത്തവകാശത്തെ ഒഴിവാക്കി. 4 ശരിയാണ്. ഇതിലെ ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ബി 1, 3, 4 ശരിയായിട്ടുള്ളത്. 22ാമത്തെ ചോദ്യം, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? 1 ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക, അത് ശരിയാണ്. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക, അതും ശരിയാണ്. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം, അത് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നില്ല. 4 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക, അതും ഉൾപ്പെടുന്നില്ല. ചോദ്യം, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3, 4 ഉൾപ്പെടാത്തത്. 23ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേമാതരം, അത് തെറ്റാണ്. ബംഗാളി ഭാഷയിൽ രചിച്ച ദേശഗീതമാണ് വന്ദേമാതരം. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, അതും തെറ്റാണ്. ദേശ് രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്, അത് ശരിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തത്, അതും തെറ്റാണ്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തത്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 24ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. 1 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അത് തെറ്റാണ്. 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളിൽ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയത്. 2 ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. 6 മുതൽ 14 വയസ്സുവരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ്, അതും ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 25ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏത്? 1 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു, അത് ശരിയാണ്. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അത് തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയായിരിക്കണം.
3 ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അതും ശരിയാണ്. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ ഏതാണ്? ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ ഏത്? 1 തിരശ്ചീനമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ചനിറം. അത് ശരിയാണ്. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. അതും ശരിയാണ്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മില്ലിമീറ്ററിൽ 3600 × 2400 ആണ്. അത് തെറ്റാണ്. ഏറ്റവും ഉയർന്ന അളവ് 6300 × 4200 മില്ലിമീറ്റർ ആണ്. 4 ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. അതും ശരിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ 1, 2, 4 ശരിയായിട്ടുള്ളത്. 27ാമത്തെ ചോദ്യം, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തവ ഏതാണ്? ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തവ ഏത്? 1 ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ നാമം. അത് തെറ്റാണ്. ഭാരത ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ ശീർഷകം. 2 ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരിയാണ്. അത് ശരിയാണ്. 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അതും തെറ്റാണ്. 24 ജനുവരി 1950 ദേശീയ ഗാനമായി അംഗീകരിച്ചത്. 4 മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷത്തിൽ INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. അതും തെറ്റാണ്. 1911 INCയുടെ കൽക്കട്ട സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരിയാണ്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ 1, 3, 4 ശരിയല്ലാത്തത്. 28ാമത്തെ ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ എ സുഷമ്മ സിംഗ്, ദീപക് സന്ധു. 29ാമത്തെ ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഏതാണ്? 1 MKSS അതായത് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. സ്വത്തവകാശം നിയമപരമായ അവകാശമാണ്. ബഹുമതികൾ റദ്ദാക്കൽ മൗലികാവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകളാണ്. അതും ശരിയാണ്. എല്ലാ ജോഡികളും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി. 30ാമത്തെ ചോദ്യം, ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി 26 ജനുവരി 1950. 1ാമത്തെ ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 32ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഉത്തരം ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ. 33ാമത്തെ ചോദ്യം, സാരേ ജഹാം സെ അച്ച രചിച്ചത് ആരാണ്? സാരേ ജഹാം സെ അച്ച രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. 34ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിലെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിലെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. 1 ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അത് തെറ്റാണ്. ജവഹർലാൽ നെഹ്റുവിനെയാണ് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. 2 1930 ജനുവരി 26 സ്വതന്ത്ര ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അതും തെറ്റാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇതില് ബന്ധമില്ലാത്ത ജോഡികളാണ് തെരഞ്ഞെടുക്കാൻ പറഞ്ഞത്. തെറ്റായിട്ടുള്ളത് 1ഉം 4ഉമാണ്. ഉത്തരം ഓപ്ഷൻ ബി.
35-ാമത്തെ ചോദ്യം 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ്? 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നിസ്സഹകരണ പ്രസ്ഥാനം. 36-ാമത്തെ ചോദ്യം 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏത്? 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം. 37-ാമത്തെ ചോദ്യം ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. ആനി ബസന്റ്, ബാലഗംഗാധര തിലക്. 38-ാമത്തെ ചോദ്യം മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏത്? ഉത്തരം ഓപ്ഷൻ എ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. 39-ാമത്തെ ചോദ്യം ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം ഏതാണ്? ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1948 ജനുവരി 30. 40-ാമത് ചോദ്യം അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ട നേതാവ് ആരാണ്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. 41-ാമത് ചോദ്യം ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. 42-ാമത്തെ ചോദ്യം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പയ്യന്നൂർ. 43-ാമത്തെ ചോദ്യം ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. 44-ാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ജോഡി തെരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, വാഗൺ ട്രാജഡി 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. അതെറ്റാണ്. 1921 നവംബർ 10 സംഭവം. 4 വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാർ ആയിരുന്നു. ഇതില് ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണെന്നും 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. 45-ാമത്തെ ചോദ്യം കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ അയ്യങ്കാളി. 46-ാമത്തെ ചോദ്യം സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. 47-ാമത്തെ ചോദ്യം താഴെ പറയുന്നവർ ശരിയായ കാലഗണനാക്രമത്തിൽ കണ്ടെത്തുക. താഴെ പറയുന്നവർ ശരിയായ കാലഗണനാക്രമത്തിലുള്ളത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 ഗുരുവായൂർ സത്യാഗ്രഹം 1931 ക്ഷേത്രപ്രവേശന വിളംബരം 1936 പാലിയം സത്യാഗ്രഹം 1947. 48-ാമത്തെ ചോദ്യം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ഡി 1946. 49-ാമത്തെ ചോദ്യം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ എ ക്ഷേത്രപ്രവേശന വിളംബരം. 50-ാമത്തെ ചോദ്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. 51-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. 52-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ശാസ്താംകോട്ട കായൽ. 53-ാമത്തെ ചോദ്യം കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്ര? കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 580 കിലോമീറ്റർ. 56-ാമത്തെ ചോദ്യം കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തെരഞ്ഞെടുക്കുക. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. തന്നിരിക്കുന്നത് ഭാരതപ്പുഴ, പാമ്പാറ്, ഭവാനി, പെരിയാറ്.
കേരളത്തിൽ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ. ഇതിലെ പാമ്പാറും ഭവാനിയും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 55-ാമത്തെ ചോദ്യം, ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1861 മാർച്ച് 12. 56-ാമത്തെ ചോദ്യം, കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പേരമ്പാടി ചുരം. 57-ാമത്തെ ചോദ്യം, മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഭാരതപ്പുഴ. 58-ാമത്തെ ചോദ്യം, യവനപ്രിയ എന്ന് അറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏതാണ്? യവനപ്രിയ എന്ന് അറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കുരുമുളക്. 59-ാമത്തെ ചോദ്യം, പൂർണ്ണമായ മലയാളി ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതാണ്? പൂർണ്ണമായി മലയാളി ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏത്? ഉത്തരം ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. 60-ാമത്തെ ചോദ്യം, PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഹോക്കി. 61-ാമത്തെ ചോദ്യം, വാരിയലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? വാരിയലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി 24. 62-ാമത്തെ ചോദ്യം, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ റെനെ ലെനക്. 63-ാമത്തെ ചോദ്യം, പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആശ്വാസ കിരൺ. 64-ാമത്തെ ചോദ്യം, ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി സ്കർവി. 65-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കോളറ. ചിക്കൻ ബോക്സ് പകരുന്നത് വായുവിലൂടെയാണ്. മലമ്പനി കൊതുക് പരത്തുന്നതാണ്. 66-ാമത്തെ ചോദ്യം, ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം ഏതാണ്? ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം താഴെ പറയുന്നവയിൽ ഏത്? ഉത്തരം ഓപ്ഷൻ എ നൈട്രജൻ. 67-ാമത്തെ ചോദ്യം, കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം ഓപ്ഷൻ സി വെണ്ട. 68-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട്. 69-ാമത്തെ ചോദ്യം, പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടക്കുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി അനിൽ അഗർവാൾ. 70-ാമത്തെ ചോദ്യം, സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. 71-ാമത്തെ ചോദ്യം, ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏതാണ്? ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് ബോക്സൈറ്റ്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ ആണ് ബോക്സൈറ്റ്. ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണ്. 72-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ബിത്തിയോണൽ ആന്റിസെപ്റ്റിക് ആണ്, അത് ശരിയാണ്. സെക്യുനൽ ആന്റിസെപ്റ്റിക് ആണ്, അത് തെറ്റാണ്. ഫീനോൾ ഡിസിൻഫെക്റ്റന്റ് ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 73-ാമത്തെ ചോദ്യം, ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 2n². 74-ാമത്തെ ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്?
ഒന്ന്, ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലിയാണ്. അത് ശരിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീവ് ആണ്. അത് തെറ്റാണ്. മോസ്ലിയാണ്. 3, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. അതും ശരിയാണ്. 4 തെറ്റാണ്. മാസിന്റെ ആരോഹണ ക്രമത്തിൽ നിന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 4ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. 75ാമത്തെ ചോദ്യം, ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ടു സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി -3. 76ാമത്തെ ചോദ്യം, ബലത്തിന്റെ യൂണിറ്റ് എന്ത്? ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ന്യൂട്ടൺ. 77ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏത്? ഉത്തരം ഓപ്ഷൻ സി സൂര്യൻ. 78ാമത്തെ ചോദ്യം, മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏത്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ വികിരണം. 79ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏത്? 1, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, വലിച്ചുകെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം. അതൊക്കെ ദോലന ചലനമാണ്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് ക്രമാവർത്തന ചലനമാണ്. അതായത് പീരിയോഡിക് മോഷനാണ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. ഇതിൽ ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. 80ാമത്തെ ചോദ്യം, പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1ാമത്തേത് ഗ്ലാസ് ഷീറ്റ് ആണ്, 2ാമത്തേത് കോൺവെക്സ് ലെൻസ് ആണ്, 3ാമത്തേത് കോൺകേവ് ലെൻസ് ആണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.